പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അനൌദ്യോഗിക അവധി നൽകി. ടീച്ചർമാർക്ക് അസൗകര്യമുണ്ടായതിനെ തുടർന്നാണ് കുട്ടികളോട് വരേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചത്. മാതാപിതാക്കൾക്ക് ഇന്നലെ വാട്സ്ആപ്പ് മെസ്സേജിലൂടെയാണ് അറിയിപ്പ് നൽകിയത്. എബി ജോൺ തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. എബി, എപ്പോഴാണ് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിൽ ക്ലാസ് ഇല്ല എന്നുള്ള ഒരു അറിയിപ്പ് നൽകുന്നത്? എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? അശ്വതി, ഇന്നലെ 2:23 ഉച്ചയ്ക്ക് ശേഷം 2:23 ഇങ്ങനെ ഒരു മെസ്സേജ് മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. അതിൽ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കലണ്ടർ അവധി മുഹറം 10 നാളെ ആയതുകൊണ്ടും പല അധ്യാപകരും ഒഴിവാക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്തു പോയി. അതിനാൽ നാളെ 4th സ്റ്റാൻഡേർഡിലെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ കുട്ടികൾ നാളെ ക്ലാസ്സിൽ വരണമെന്ന് നിർബന്ധമില്ല. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ആ മെസ്സേജിൽ പറയുന്നത്. എന്തായാലും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്ന് അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്ന ഘട്ടത്തിലും ആ സ്കൂളിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്. അത് ഈ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ അസംബ്ലി ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്ന സമയത്ത്. അതിനുശേഷം ഇന്നിപ്പോൾ 11 മണിയോട് കൂടി ലഹരി വിരുദ്ധ റാലി നടക്കുന്നുണ്ട്. അതിലേക്കായി എല്ലാ കുട്ടികളും പ്ലക്കാർഡ്, പോസ്റ്റർ എന്നിവ തയ്യാറാക്കി കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇന്നലെ ഇതിന് മുമ്പുള്ള മെസ്സേജുകൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇന്ന് ആ പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണ്. സ്വാഭാവികമായി ഇന്ന് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പക്ഷേ ഇതൊക്കെയും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അവിടെ ചെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവിടുത്തെ ഹെഡ്മാസ്റ്ററുമാണ് സംസാരിച്ചു. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ തിരക്കിയപ്പോൾ 3 ഡിവിഷനുകളാണ് 4ാം ക്ലാസ്സിൽ ഉള്ളത്, A, B, C. അതിൽ 2 ടീച്ചർമാർക്ക് വരാൻ കഴിഞ്ഞില്ല. 3 ടീച്ചർമാരാണ് ഉള്ളത്. 2 ടീച്ചർമാർക്ക് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് അവർക്ക് വരാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ബാക്കി 3 ക്ലാസ്സിലെയും ഒരുമിച്ച് ഒരു ടീച്ചർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് നൽകിയത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു അവധി അങ്ങനെ കൊടുത്തതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്ന ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണമാണ് അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ 4 ക്ലാസ് അതായത് 4 ഡിവിഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. A, B, C, D അങ്ങനെ 4 ഡിവിഷൻ അവിടെ ഉണ്ട്. അതിൽ 2 ടീച്ചർമാർ അവധിയിലാണ് എന്നുള്ളത്. ഒപ്പം തന്നെ ഒരു ടീച്ചറിന് അതിന് പകരമായി ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2 ടീച്ചർമാരുണ്ട് എന്നുള്ളതാണ്. അതിൽ 2 പേരാണ് ഇന്ന് അവധിയിലേക്ക് പോയിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിലെയും ടീച്ചർ അവധിയിലാണ് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ആ നിലയ്ക്കുള്ള ഒരു ആരോപണം പോലെ എന്തായാലും അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാതാപിതാക്കളുടെ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ ആ വിഷയം തന്നെ കൃത്യമായ രീതിയിൽ മാതാപിതാക്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അശ്വതി, ശരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു അനൌദ്യോഗിക അവധി കുട്ടികൾക്ക് നൽകിയത്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അവധി നൽകിയത്. ടീച്ചർമാരുടെ അസൗകര്യമാണ് അവധി നൽകാൻ കാരണമെന്നാണ് വിശദീകരണം.